ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ പുസ്തകങ്ങളുടെയും പശ്ചാത്തലവും വ്യാഖ്യാനവും ആന്തരികാർത്ഥങ്ങളും ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂതിത്തിൻ്റെ പുസ്തകമാണ് നാം പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിലെ ആമുഖ വാക്യം കണ്ടതിന് ശേഷം കൽദായ രാജാവായ നെബുക്കദ്നെസർ മേദിയ രാജാവായ അർഫക്സാദിനോട് നടത്തുന്ന ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടു. ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൽദായ രാജാവായ നെബുക്കദ്നെസറിൻ്റെ പക്ഷം ചേർന്നവരാരൊക്കെ എന്ന ഭാഗം കണ്ടതിന് ശേഷമാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ അവസാനിപ്പിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ കൽദായ രാജാവായ നെബുക്കദ്നെസർ രാജാവിൻ്റെ പക്ഷം ചേരാതിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെ, അതല്ലെങ്കിൽ നെബുക്കദ്നെസർ രാജാവിൻ്റെ കൽദായ രാജാവായിരുന്ന നെബുക്കദ്നെസർ രാജാവിൻ്റെ സൈന്യത്തോട് ചേരാതെ ശത്രു പക്ഷത്ത് നിൽക്കേണ്ടി വന്ന അല്ലെങ്കിൽ നിന്ന രാജ്യങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അസീറിയക്കാരുടെ രാജാവായ നെബുക്കദ്നെസർ പേർഷ്യയിലും പടിഞ്ഞാറ് കിലിക്യ, ദമാസ്കസ്, ലെബനോൻ്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും സമുദ്ര തീര പ്രദേശങ്ങളിലും വസിച്ചിരുന്നവർക്കും കാർമൽ, ഗിലയാദ്, ഉത്തര ഗലീലി, വിശാലമായ എസ്ദ്രായേലോൺ താഴ്വര എന്നിവിടങ്ങളിലും സമരിയായിലും അതിനു ചുറ്റുമുള്ള പട്ടണങ്ങളിലും ജോർദാന് അക്കരെ ജെറുസലേം വരെയും ബഥനി, കെലൂസ്, കാദഷ്, ഈജിപ്തിലെ നദീതീരം, തഹ്ഫാനസ്, രാംസസ് എന്നിവിടങ്ങളിലും താനിസ്, മെംഫിസ് ഇവയുൾപ്പെടെ ഗോഷൻ പ്രദേശം മുഴുവനിലും ഈജിപ്തിൽ എത്യോപ്യയുടെ അതിർത്തികൾ വരെയും വസിച്ചിരുന്നവർക്കും സന്ദേശമയച്ചു. എന്നാൽ ആ പ്രദേശങ്ങളിലെ ജനങ്ങൾ അസീറിയ രാജാവായ നെബുക്കദ്നെസറിൻ്റെ ആജ്ഞ അവഗണിക്കുകയും യുദ്ധത്തിൽ അവനോട് ചേരാൻ വിസമ്മതിക്കുകയും ചെയ്തു. അവർ അവനെ ഭയപ്പെട്ടിരുന്നില്ല. അവരുടെ ദൃഷ്ടിയിൽ അവൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. അവൻ്റെ ദൂതന്മാരെ അവർ വെറും കൈയോടെ അപമാനിതരായി തിരിച്ചയച്ചു. ഇവിടെ നെബുക്കദ്നെസർ, അർഫക്സാദ് എന്നീ 2 രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ എന്നതിലുപരി യുദ്ധസമയം ഇവരെ പിന്തുണച്ചവർ ആരൊക്കെ, പിന്തുണയ്ക്കാത്തവർ ആരൊക്കെ എന്നതിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്തിനായിരിക്കാം ഗ്രന്ഥകാരൻ അങ്ങനെ പ്രാധാന്യം നൽകുന്നത്? കാരണം ഇവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച് വലിയ കാര്യമായിട്ട് പ്രതിപാദിക്കുന്നില്ല. ഇവരെ നെബുക്കദ്നെസർ രാജാവിനെ അല്ലെങ്കിൽ കൽദായ രാജാവിനെ, അദ്ദേഹത്തിൻ്റെ സൈന്യത്തെ പിന്തുണയ്ക്കാത്തവരുടെ കൂട്ടത്തിലാണ് യൂദയായും ഇസ്രായേൽ ജനവും വരുന്നത്. അപ്പോൾ പിന്നീട് യൂദയായ്ക്കും ഇസ്രായേൽ ജനത്തിനുമെതിരെ കൽദായ സൈന്യം യുദ്ധത്തിന് പോകാൻ ഇടവരുന്നതിനുള്ള പശ്ചാത്തലമാണ് ഗ്രന്ഥകാരൻ ഇവിടെ വിവരിക്കുന്നത്. ഇസ്രായേൽക്കാർ മാത്രമല്ല, യൂദയായിലെ ജനങ്ങൾ മാത്രമല്ല, പശ്ചിമദേശങ്ങളിലെ ജനങ്ങൾ മുഴുവൻ നെബുക്കദ്നെസറിന് വേണ്ടത്ര ബഹുമാനം നൽകിയില്ല എന്നാണ് തിരുവചനം പറയുന്നത്. അവർ അയാളെ ഒരു സാധാരണ മനുഷ്യനായി കണ്ടു എന്ന് പറയുകയാണ്. അതിനർത്ഥം ഈ പശ്ചിമദേശത്തെ ജനങ്ങൾ, രാജ്യങ്ങൾ
നെബൂഖദ്നേസർ രാജാവിനെ ഒരു രാജാവായിട്ടോ ഒരു ചക്രവർത്തിയായിട്ടോ ദൈവമായിട്ടോ ഒന്നുമല്ല കണ്ടത്, ഒരു സാധാരണ മനുഷ്യനായി കണ്ടു. അവർ അസീറിയയുടെ അല്ലെങ്കിൽ ബാബിലോണിൻ്റെ രാജാവിൻ്റെ അധീശത്വം അംഗീകരിക്കാൻ പശ്ചിമദേശത്തുണ്ടായിരുന്ന ആളുകൾ തയ്യാറായില്ല എന്നാണ് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഇവരുടെ എല്ലാം സപ്പോർട്ട് തേടിക്കൊണ്ട് ഒരു സന്ദേശം അയക്കുന്നു. സന്ദേശവുമായിട്ട് ദൂതന്മാർ ഇന്ന് നമുക്ക് പരിചയമുള്ള ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നറിയപ്പെടുന്ന യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദികൾ ഉൾപ്പെടുന്ന മെസോപ്പൊട്ടോമിയ മുതൽ ഈജിപ്ത് വരെ, എത്യോപ്യ വരെ യാത്ര ചെയ്യുകയാണ്. ഈ ഏരിയയിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം, അതായത് ഇന്ന് ഫെർട്ടൈൽ ക്രസൻറ്റിലുള്ള ആളുകളെല്ലാം നെബൂഖദ്നേസർ രാജാവിനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെ അവമതിച്ചു. അതുവഴി അവർ നെബൂഖദ്നേസർ രാജാവിൻ്റെ അപ്രീതിക്കും പ്രതികാരത്തിനും പാത്രമായി എന്നാണ് പറയുന്നത്. എവിടെ ഉണ്ടായിരുന്ന ജനങ്ങളാണ്? ഞാൻ ഈ നേരത്തെ നമ്മൾ വായിച്ച സ്ഥലങ്ങളൊക്കെ എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കാം. അതായത് അസീറിയക്കാരുടെ രാജാവായ നെബൂഖദ്നേസർ പേർഷ്യയിലും ദമാസ്കസ്, കിലീക്കിയ, ലെബനോൻ്റെ നേരെ കിടക്കുന്ന പ്രദേശങ്ങൾ എന്നിവയിലും എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തു നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ ഈ ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദികളുടെ തീരത്തുണ്ടായിരുന്ന ആളുകൾ നെബൂഖദ്നേസർ രാജാവിനെ അംഗീകരിച്ച് പക്ഷം ചേർന്നവരാണ്. അതേസമയം ഇവിടെ മുതൽ ഈ പച്ച നിറത്തിൽ ഇങ്ങനെ ഒരു ഏതാണ്ട് ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഫെർട്ടൈൽ ക്രസൻറ്റ്. ക്രസൻറ്റ് എന്നാൽ ചന്ദ്രക്കല. അപ്പോൾ ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇത് ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കലയാവുന്നത്? മഹത്തായ ചില നദികളുടെ സാമീപ്യം കൊണ്ടാണ്. ഈ ഭാഗത്ത് യൂഫ്രട്ടീസ് നദിയുമുണ്ട്, ടൈഗ്രിസ് നദിയുമുണ്ട്. ഈ ഭാഗത്ത് നൈൽ നദിയുണ്ട്, ഈജിപ്തിൻ്റെ ഭാഗത്ത്. അങ്ങനെ യൂഫ്രട്ടീസ് നദിയുടെയും ടൈഗ്രിസ് നദിയുടെയും തീരങ്ങൾ, പിന്നെ മെഡിറ്ററേനിയൻ കടൽ തീരം, നൈൽ നദീതീരം, അങ്ങനെ ചുറ്റും മരുഭൂമികൾ മാത്രമുള്ള സ്ഥലത്ത് ഇത്രയും ഭാഗം ഈ നദികളുടെയും ജലത്തിൻ്റെയും ലഭ്യത കൊണ്ട് ഫലഭൂയിഷ്ടമാണ്. ധാരാളം വൃക്ഷ സസ്യലതാദികൾ നിറഞ്ഞ സ്ഥലമാണ്. അതുകൊണ്ടാണ് ആ സ്ഥലത്തെ ഫെർട്ടൈൽ ക്രസൻറ്റ്, ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല, ഏതാണ്ട് ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലാണ് ഈ ഭൂഭാഗം വരുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ യൂഫ്രട്ടീസ് ടൈഗ്രിസ് നദിയുടെ തീരഭാഗത്തുണ്ടായിരുന്നവരെല്ലാം ഈ കൽദായ രാജാവിനെ അല്ലെങ്കിൽ ബാബിലോണിലെ രാജാവിനെ അംഗീകരിച്ചു. പക്ഷേ പിന്നീട് ഇങ്ങോട്ടേക്ക് നമ്മൾ വരുമ്പോൾ ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരപ്രദേശത്തുണ്ടായിരുന്ന രാജ്യങ്ങൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലെബനോൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പിന്നീട് താഴേക്ക് ഇവിടേക്ക് വരുമ്പോൾ ഈ ജെറീക്കോ ഉൾപ്പെടുന്ന പ്രദേശം, ഈജിപ്ത്, ഈ ഭാഗത്തുള്ള ആളുകൾ മുഴുവൻ നെബൂഖദ്നേസർ രാജാവിൻ്റെ അധീശത്വം അംഗീകരിച്ചില്ല, അയാളുടെ കൂടെ ചേർന്നില്ല. അത് അറിഞ്ഞതോടെ നെബൂഖദ്നേസർ രാജാവ് കോപാക്രാന്തനായി മാറുകയാണ്. അങ്ങനെ കോപാക്രാന്തനായി മാറുന്നു. ഒരു ഭാഗത്ത് അർഫക്സാദ് എന്ന് പറയുന്ന രാജാവ് ഉയർത്തുന്ന വെല്ലുവിളി, മറുഭാഗത്ത് തന്നോട് പക്ഷം ചേരാത്തവരെക്കുറിച്ചുള്ള ക്രോധം. ഇനി എന്താണ് ഈ ക്രോധത്തിൽ രാജാവ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇനി ഭാരുന്ന വചനഭാഗങ്ങളിലെല്ലാം വിശദീകരിക്കുന്നത്. നമുക്കൊന്ന് അല്പം മുമ്പോട്ട് പോകാം. 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള തിരുവചന ഭാഗം നമുക്കൊന്ന് വായിക്കാം. ആ ദേശങ്ങളെല്ലാം നെബൂഖദ്നേസർ രാജാവിൻ്റെ കടുത്ത രോഷത്തിന് പാത്രമായി. കിലീക്കിയ, ദമാസ്കസ്, സിറിയ എന്നിവയുടെ മേൽ നിശ്ചയമായും പ്രതികാരം നടത്തുമെന്നും മൊവാബ് നിവാസികളെയും അമ്മോൻ ജനതയെയും യൂദായിലും ഈജിപ്തിലും ഇരുകടലുകളുടെയും തീരങ്ങൾ വരെയും വസിച്ചിരുന്ന എല്ലാവരെയും വാളിനിരയാക്കുമെന്നും അവൻ തൻ്റെ സിംഹാസനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പേരിൽ ശപഥം ചെയ്തു. 17-ാം വർഷം അവൻ അർഫക്സാദ് രാജാവിനെതിരെ സൈന്യത്തെ അയച്ചു. അവനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും അവൻ്റെ സൈന്യത്തെയും കുതിരപ്പടയെയും രഥങ്ങളെയും നിശേഷം നശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ അർഫക്സാദിൻ്റെ നഗരങ്ങൾ കീഴ്പ്പെടുത്തി. എക്ബത്താനായിൽ പ്രവേശിച്ച് ഗോപുരങ്ങൾ പിടിച്ചടക്കുകയും കച്ചവട സ്ഥലങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. പ്രതാപമുള്ള പട്ടണത്തെ പരിഹാസപാത്രമാക്കി.
അവൻ അർഫക്സാദിനെ റാഗാവ് പർവ്വതനിരകളിൽ വെച്ച് ബന്ധനസ്ഥനാക്കി കുന്തം കൊണ്ട് കുത്തി അവനെ പൂർണ്ണമായി നശിപ്പിച്ചു. അനന്തരം അവൻ തൻ്റെ വിപുലമായ സംയുക്ത സൈന്യവുമായി നിനവയിലേക്ക് മടങ്ങി. അവിടെ അവനും സൈന്യവും 120 ദിവസം വിരുന്നിലും വിശ്രമത്തിലും ചെലവഴിച്ചു. ചുരുക്കത്തിൽ ഞാൻ അല്പം മുമ്പ് കാണിച്ച ഈ ചിത്രത്തിൽ കാണുന്ന മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത് ഉണ്ടായിരുന്ന രാജ്യങ്ങൾ, ചെങ്കടലിൻ്റെ തീരത്തുണ്ടായിരുന്ന രാജ്യങ്ങൾ, നൈൽ നദിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഈജിപ്ത്, എത്യോപ്യ തുടങ്ങി ഒരു വലിയ വിഭാഗം ജനതയോട് മുഴുവൻ നെബൂഖദ്നേസർ രാജാവിന് വലിയ ക്രോധമുണ്ടാവുകയാണ്. തൻ്റെ അധീശത്വത്തെ അംഗീകരിക്കാത്ത പശ്ചിമദേശത്തെ, പടിഞ്ഞാറ് ഭാഗത്തെ, ഈ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ ജനങ്ങൾ നെബൂഖദ്നേസർ രാജാവിൻ്റെ ശത്രുതയ്ക്ക് പാത്രമായി. ചരിത്രപരമായിട്ട് ചില അവ്യക്തതകൾ ഉണ്ടെങ്കിലും ഇവിടെ സൂചിപ്പിക്കുന്നതനുസരിച്ച് നെബൂഖദ്നേസർ രാജാവും സൈന്യവും മേദിയ രാജാവായിരുന്ന അർഫക്സാദിനെയും സൈന്യത്തെയും റാഗാവ് മലനിരകളിൽ വെച്ച് യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണ്. അങ്ങനെ അർഫക്സാദ് എന്ന രാജാവും മേദിയ രാജ്യവും അദ്ദേഹം വലിയ മതിൽ പണിത് പടുത്തുയർത്തി സുരക്ഷിതമാക്കിയിരുന്ന എക്ബത്താന എന്ന രാജ്യ തലസ്ഥാന നഗരിയുമൊക്കെ പരിപൂർണമായിട്ട് നശിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, സുശക്തമായ ഒരു രാജ്യവും കോട്ടയും മതിലും നഗരകവാടങ്ങളും സൈന്യനിരയുമെല്ലാം ഉണ്ടായിരുന്ന അർഫക്സാദ് രാജാവ് നെബൂഖദ്നേസർ രാജാവിൻ്റെ മുൻപിൽ പരാജിതനായെങ്കിൽ, യുദ്ധത്തിൽ തോറ്റമ്പിയെങ്കിൽ മറ്റുള്ളവരുടെ, ഇതൊന്നുമില്ലാത്ത മറ്റുള്ള ആളുകളുടെ സ്ഥിതി എത്ര ദയനീയമായിരിക്കും. ഇതൊന്നുമില്ലാത്ത യൂദായിലെ മലഞ്ചെരുവുകളിൽ താമസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ സ്ഥിതി എത്ര ദയനീയമായിരിക്കും. മേദിയ രാജാവിനെയും കൂട്ടരെയും നിശേഷം നശിപ്പിക്കാൻ മാത്രം ശക്തനായ നെബൂഖദ്നേസർ രാജാവിൻ്റെ മുൻപിൽ ഇസ്രായേൽ ജനം എത്രമാത്രം അബലരായിരിക്കും. അസീറിയയുടെയോ ബാബിലോണിൻ്റെയോ സൈനിക നീക്കങ്ങളെ അതിജീവിക്കാൻ ഇനി ഈ ഭാഗത്തുള്ള രാജ്യങ്ങളിൽ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല എന്നതാണ് സത്യം. അപ്പോൾ ഈ സന്ദേഹങ്ങൾ, ഈ ആശങ്കകൾ മനസ്സിൽ വച്ചുകൊണ്ട് നാം തുടർന്ന് വായിക്കുമ്പോഴാണ് യൂദിത്ത് എന്ന വിധവയുടെ ധൈര്യവും വിശ്വാസവും ദൈവമായ കർത്താവിൻ്റെ സംരക്ഷണവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നത്. അടുത്തതായി നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായത്തിൽ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം, തനിക്ക് ക്രോധം തോന്നിയ രാജ്യങ്ങളോട് പകരം വീട്ടാൻ, അവരെ ശിക്ഷിക്കാൻ, അവരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്താൻ തൻ്റെ സർവ്വസൈന്യാധിപനായ ഹോളോഫർണസിനെ നെബൂഖദ്നേസർ രാജാവ് ചുമതലപ്പെടുത്തി അയക്കുന്നതാണ്. ആ അധ്യായത്തിൻ്റെ ഘടന ഒന്ന് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് കൂടുതൽ ആഴമായി പഠിക്കാം. വളരെ ലളിതമായ ഒരു ഘടനയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങളിൽ കൊട്ടാരത്തിൽ വെച്ച് ഈ നെബൂഖദ്നേസർ രാജാവ് നടത്തുന്ന ഒരു ആലോചന. 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗത്ത് ഹോളോഫർണസ് എന്ന സൈന്യാധിപന് നെബൂഖദ്നേസർ രാജാവ് ഒരു ദൗത്യം നൽകുന്നു. 2-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗത്ത് ഹോളോഫർണസ് എന്ന സൈന്യാധിപൻ നെബൂഖദ്നേസർ രാജാവ് തന്നെ ഭരമേൽപ്പിച്ച ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ 2-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗത്ത് ഹോളോഫർണസ് എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യം നടത്തുന്ന തേർവാഴ്ചകളുടെ വിവരണവുമാണ്. നമുക്ക് ആദ്യ ഭാഗം ഒന്ന് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗത്ത് കൊട്ടാരത്തിൽ നടക്കുന്ന ഒരു ആലോചനയെക്കുറിച്ചാണ് പറയുന്നത്.
നെബൂഖദ്നേസർ പറഞ്ഞിരുന്നത് പോലെ 18-ാം വർഷം 1-ാം മാസം 22-ാം ദിവസം ആ പ്രദേശം മുഴുവൻ പ്രതികാരം നടത്തുന്നതിനെപ്പറ്റി അവൻ്റെ കൊട്ടാരത്തിൽ ആലോചന നടന്നു. അവൻ തൻ്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തി തൻ്റെ രഹസ്യ പദ്ധതി വിശദീകരിച്ചു. ആ പ്രദേശങ്ങളുടെ ദുഷ്കൃത്യങ്ങൾ സ്വന്തം നാവുകൊണ്ട് വിവരിച്ചു. തൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് ഒരു ആലോചന നടക്കുകയാണ്. എപ്പോഴാണ് ഈ ആലോചന നടക്കുന്നത്? നെബൂഖദ്നേസർ രാജാവും സൈന്യവും അർഫക്സാദിനെയും മേദിയായെയും പരാജയപ്പെടുത്തിയതിന് ശേഷം 120 ദിവസം നീണ്ടുനിന്ന വിജയാഘോഷങ്ങളും വിരുന്നും പൂർത്തിയാക്കി. ഇനി പകവീട്ടലിൻ്റെ നാളുകളാണ്. തന്നോട് ചേരാൻ വിസമ്മതിച്ച, തൻ്റെ അധീശത്വത്തെ അംഗീകരിക്കാൻ വിസമ്മതിച്ച പശ്ചിമ ദേശത്തെ രാജ്യങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ നെബൂഖദ്നേസർ രാജാവ് തീരുമാനിക്കുകയാണ്. അതിനായിട്ടൊരു രഹസ്യ പദ്ധതിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് പറയാൻ വേണ്ടി രാജാവ് തൻ്റെ സേവകന്മാരെയും പ്രഭുക്കന്മാരെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി തൻ്റെ പദ്ധതി വിശദീകരിക്കുകയാണ്. ഇത് നടക്കുന്ന 1-ാം മാസം ആണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 18-ാം വർഷം 1-ാം മാസം. ഈ 1-ാം മാസം എന്നത് യഹൂദ കലണ്ടറിലെ നീസാൻ മാസമാണ്. പിന്നീട് നമ്മുടെ കലണ്ടറുമായി നോക്കിയാൽ മാർച്ച് ഏപ്രിൽ മാസങ്ങളായിട്ടാണത് വരുന്നത്. ഈ നീസാൻ മാസത്തിൻ്റെ ഒരു പ്രത്യേകത, അത് രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സമയമാണ്, വസന്തകാലമാണ്. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന സൈനികർക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയമാണ്. എന്ന് പറഞ്ഞാൽ വലിയ തണുപ്പില്ല, വലിയ ചൂടില്ല, ധൈര്യമായി യുദ്ധത്തിന് പോകാവുന്ന വസന്തകാലത്തെക്കുറിച്ചാണ് പറയുന്നത്. വസന്തകാലത്തിന് യുദ്ധത്തിന് പോകുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാവീദിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വസന്തകാലത്ത് രാജാക്കന്മാരെല്ലാം യുദ്ധത്തിന് പോകുന്ന സമയത്ത് ദാവീദ് രാജാവ് സ്വന്തം കൊട്ടാരത്തിൽ തങ്ങുന്നതിനെക്കുറിച്ചും അവൻ അലസനായി സമയം ചെലവഴിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മളവിടെ വായിക്കുന്നുണ്ട്. അടുത്തതായി ഈ രാജാവിൻ്റെ പദ്ധതി, അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്യം ഇതാണ്: തൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണം എന്നാണ് നെബൂഖദ്നേസർ രാജാവ് പറയുന്നത്. തൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും നശിപ്പിക്കണമെന്ന രാജശാസനം നെബൂഖദ്നേസർ രാജാവ് നടത്തുന്നതിനെ സംബന്ധിച്ച് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 2, 3, 4 അധ്യായങ്ങളിൽ നിരന്തരമായി ഇത്തരത്തിലുള്ള രാജശാസനങ്ങൾ, അതായത് തന്നെ അനുസരിക്കാത്തവരെ, തൻ്റെ അധീശത്വത്തെ മാനിക്കാത്തവരെ, തന്നെ ദൈവമായി ആരാധിക്കാത്തവരെയെല്ലാം കൊന്നുകളയണം എന്ന് നെബൂഖദ്നേസർ രാജാവ് പറയുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ ഇസ്രായേലിൽ നിന്ന് നാട് കടത്തപ്പെട്ട ദൈവത്തോട് അങ്ങേയറ്റം വിശ്വസ്തരായിരുന്ന 3 വ്യക്തികളെ, ദാനിയേലിൻ്റെ കൂട്ടുകാരായിരുന്ന 3 പേരെ, ആ 3 പേരെ തീക്കുണ്ടത്തിലേക്ക് എറിയാനുള്ള കാരണം പോലും നെബൂഖദ്നേസർ രാജാവിനെ ദൈവമായി ആരാധിച്ചില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു തന്നെ മറ്റുള്ളവർ വലിയ വ്യക്തിയായിട്ട് കാണണം, ആദരിക്കണം, തന്നെ ദൈവമായി കാണുകയും ആരാധിക്കുകയും ചെയ്യണമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതേ കാര്യമാണ് രാജശാസനമായിട്ട് ഇവിടെ നൽകുന്നത്. തൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഏവരെയും കൊല്ലണം, അവരെ നശിപ്പിക്കണം. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ യൂദ്യത്തിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ തീർച്ചയായും ദാനിയേലിൻ്റെ പുസ്തകമായിട്ടും ചില സാമ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് തുറന്ന് വായിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെയുള്ള ദീർഘമായ ഭാഗമാണ് ഇനി വായിക്കുന്നത്. അവിടെയാണ് നെബൂഖദ്നേസർ രാജാവ് തൻ്റെ സൈന്യാധിപനായ ഹോളോഫർണസിനെ ഒരു ദൗത്യം ഭരമേൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. നമുക്ക് അവതരണ ഭാഗം ഒന്ന് വായിക്കാം. ഈ സമയം വളരെ ദീർഘമായൊരു ഭാഗമായതുകൊണ്ട് സാധിക്കുമെങ്കിൽ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥം ഒന്ന് കയ്യിലെടുക്കുക. നമുക്ക് ഒരുമിച്ച് ഈ ഭാഗം ഒന്ന് വായിക്കാം, വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. 2-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ
അസീരിയ രാജാവായ നെബൂഖദ്നേസർ തനിക്ക് നേരെ കീഴിലുള്ള സർവ്വ സൈന്യാധിപൻ ഹോളോഫർണസിനെ വിളിച്ച് പറഞ്ഞു, ഭൂമി മുഴുവൻ്റെയും അധിനാഥനായ ചക്രവർത്തി അറിയിക്കുന്നു, നീ എൻ്റെ മുൻപിൽ നിന്ന് പോയാലുടൻ ധീരന്മാരായ 2,20,000 കാലാൾപ്പടയെയും 12,000 കുതിരപ്പടയാളികളെയും ശേഖരിച്ച് പശ്ചിമദേശം മുഴുവൻ ആക്രമിക്കുക. അവർ എൻ്റെ കൽപ്പന അനുസരിച്ചില്ല. ഞാൻ കോപാക്രാന്തനായി വരികയാണ്. ഭൂമുഖമാസകലം എൻ്റെ സൈന്യങ്ങളുടെ പാദം കൊണ്ട് മറയും. എൻ്റെ പടയാളികൾക്ക് കൊള്ളയടിക്കാൻ അവരെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. അതിനാൽ കീഴടങ്ങാൻ ഒരുങ്ങിക്കൊള്ളുവിൻ എന്ന് അവരോട് പറയുക. മുറിവേറ്റവർ താഴ്വരകളിൽ നിറയും. അരുവികളും നദികളും മൃതശരീരങ്ങൾ കൊണ്ട് കവിഞ്ഞൊഴുകും. ഞാൻ അവരെ തടവുകാരാക്കി ലോകത്തിൻ്റെ അറ്റം വരെ പായിക്കും. നിങ്ങൾ മുൻപേ പോയി അവരുടെ സ്ഥലങ്ങൾ എനിക്ക് വേണ്ടി പിടിച്ചടക്കുവിൻ. അവർ നിങ്ങൾക്ക് കീഴടങ്ങും. ശിക്ഷയുടെ നാൾ വരെ നിങ്ങൾ അവരെ എനിക്ക് വേണ്ടി സൂക്ഷിക്കുവിൻ. അവർ വിസമ്മതിച്ചാൽ നിങ്ങൾ കണ്ണടച്ച് കളയരുത്. രാജ്യം മുഴുവൻ കൊലയ്ക്കും കൊള്ളയ്ക്കുമായി ഏൽപ്പിച്ചു കൊടുക്കണം. ഞാനും എൻ്റെ രാജ്യവുമാണ്. എൻ്റെ വാക്ക് ഞാൻ നിറവേറ്റും. നിങ്ങളുടെ രാജാവിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാൻ നിങ്ങളും ശ്രദ്ധിച്ചുകൊള്ളുവിൻ. എൻ്റെ കൽപ്പന മാറ്റമില്ലാതെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുവിൻ. താമസം വരുത്തരുത്. അപ്പോൾ കൽദായ രാജാവായ നെബൂഖദ്നേസർ രാജാവിൻ്റെ കല്ലെ പിളർക്കുന്ന കൽപ്പന ഇതാ നൽകപ്പെട്ട് കഴിഞ്ഞു. വളരെ വിശാലമായ ഒരു പദ്ധതിയാണ്. തന്നെ അനുസരിക്കാത്ത, തന്നെ മാനിക്കാത്ത, തന്നെ ദൈവമായി ആരാധിക്കാത്ത, തൻ്റെ അധീശത്വം അംഗീകരിക്കാത്ത മുഴുവൻ പ്രദേശങ്ങളെയും തകർത്ത് കളയുക എന്ന ലക്ഷ്യത്തോടെ ഈ രാജശാസനം ഭരമേൽപ്പിക്കപ്പെടുന്നത് നെബൂഖദ്നേസർ രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക പ്രമുഖനായിരുന്ന, സർവ സൈന്യാധിപനായിരുന്ന ഹോളോഫർണസ് എന്ന വ്യക്തിക്കാണ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ പ്രതികാര നടപടികൾ ഭരമേൽപ്പിക്കപ്പെടുകയാണ്. ഹോളോഫർണസ് എന്ന ഈ സർവ്വസൈന്യാധിപൻ്റെ പേര് പേർഷ്യൻ ഭാഷയിലെ ഓറോഫർണസ് എന്ന പേരിൻ്റെ ആംഗലേയ രൂപമാണ് എന്ന് പണ്ഡിതർ പറയുന്നുണ്ട്. യൂതിത്തിൻ്റെ പുസ്തകത്തിൻ്റെ കഥയിലെ വില്ലൻ കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ ഇനി തുടർന്ന് അങ്ങോട്ട് നമുക്ക് പറയേണ്ടി വരും, അത് നെബൂഖദ്നേസർ രാജാവല്ല, ഹോളോഫർണസ് ആണ്. കാരണം നെബൂഖദ്നേസർ രാജാവ് ഭരമേൽപ്പിക്കുന്നതനുസരിച്ച് ക്രൂരതകൾ ചെയ്യുന്നത്, യുദ്ധം ചെയ്യുന്നത് ഹോളോഫർണസ് ആണ്. പേർഷ്യൻ രാജാവായിരുന്ന അർത്താക്സക്സസ് മൂന്നാമൻ രാജാവിൻ്റെ സൈന്യാധിപനും ഒരു ഹോളോഫർണസ് ആയിരുന്നു. ആ ഹോളോഫർണസ് തന്നെയാണോ ഈ ഹോളോഫർണസ്, ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹോളോഫർണസ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തതയൊന്നുമില്ല. ഏതായാലും സ്വയം ദൈവമായി കരുതി ദൈവത്തെ വെല്ലുവിളിക്കുകയാണ് നെബൂഖദ്നേസർ. അവിടെ പറയുന്നു, ഞാനാണ് സകലത്തിൻ്റെയും നാഥൻ, യജമാനൻ, അധിനാഥൻ എന്നെല്ലാം വിവർത്തനം ചെയ്യാവുന്ന ക്യൂരിയോസ് എന്ന ഗ്രീക്ക് പദമാണ് നെബൂഖദ്നേസർ ഇവിടെ തന്നെക്കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഭൂമി മുഴുവൻ്റെയും അധിപൻ എന്ന് സ്വയം കരുതിയവൻ, പ്രതികാരദാഹിയും ക്രുദ്ധനുമായവൻ, ക്രൂരൻ, യുദ്ധക്കൊതിയനും കൊലപാതകിയും, ഇതാണ് നെബൂഖദ്നേസർ രാജാവിനെക്കുറിച്ച് ഇവിടെ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഇത്തരത്തിൽ ഉള്ള നെബൂഖദ്നേസർ രാജാവ് അദ്ദേഹത്തെക്കാൾ ക്രൂരനായ ഹോളോഫർണസിനെ ദൗത്യം ഭരമേൽപ്പിച്ച് മുന്നോട്ട് വിടുകയാണ്. അടുത്തതായി ഈ ഹോളോഫർണസ് എന്ന സൈന്യാധിപൻ യുദ്ധത്തിന് മുന്നോടിയായി, തൻ്റെ തേർവാഴ്ചയ്ക്ക് മുന്നോടിയായി നടത്തുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ കാണുന്നത്. അത് 2-ാം അധ്യായത്തിലെ 14 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗത്താണ്. നമുക്ക് ആ വചന ഭാഗം ഒന്ന് വായിക്കാം. ഹോളോഫർണസ് നടത്തുന്ന തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണ്? യജമാന സന്നിധി വിട്ടപ്പോൾ തന്നെ
ഹോളോഫർണസ് അസീറിയൻ സൈന്യത്തിലെ സേനാധിപതികൾ, മറ്റു പടത്തലവന്മാർ, സേവകന്മാർ എന്നിവരെ വിളിച്ചുകൂട്ടി. യജമാനൻ കൽപ്പിച്ചതനുസരിച്ച് തിരഞ്ഞെടുത്ത 1,20,000 പടയാളികളെയും അശ്വാരൂഢരായ 12,000 വില്ലാളികളെയും ഗണങ്ങളായി തിരിച്ചു. അങ്ങനെ അവൻ ആക്രമണ സന്നദ്ധമായ ഒരു വൻ സൈന്യത്തെ സജ്ജമാക്കി. അവൻ സാധനങ്ങൾ കൊണ്ടുപോകാൻ അസംഖ്യം ഒട്ടകങ്ങളെയും കഴുതകളെയും കോവർക്കഴുതകളെയും ഭക്ഷണത്തിനായി അനേകം ചെമ്മരിയാടുകളെയും കാളകളെയും കോലാടുകളെയും സംഭരിച്ചു. കൂടാതെ എല്ലാ ആളുകൾക്കും വേണ്ടി ധാരാളം ഭക്ഷണ സാധനങ്ങളും വലിയൊരു തുകയ്ക്ക് സ്വർണവും വെള്ളിയും രാജകൊട്ടാരത്തിൽ നിന്ന് ശേഖരിച്ചു. വളരെ വിപുലമായ ഒരു തയ്യാറെടുപ്പ്. യുദ്ധത്തിനും അധിനിവേശത്തിനും പ്രതികാരത്തിനുമായി വളരെ വിപുലമായ തയ്യാറെടുപ്പുകളാണ് ഹോളോഫർണസ് നടത്തുന്നത്. വലിയൊരു സംഖ്യ പടയാളികൾ, കുതിരക്കാർ, വില്ലാളികൾ തുടങ്ങി വിപുലമായ ഒരു സൈന്യത്തെ ഒരുക്കുന്നു. ഈ സൈന്യത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങൾക്കായി ഒട്ടകങ്ങൾ, കഴുതകൾ, കോവർ കഴുതകൾ എന്നിവരെ ഒരുക്കുന്നു. ഭക്ഷണ സാധനങ്ങളെല്ലാം സംഘടിപ്പിക്കുന്നു. അങ്ങനെ തേർവാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. അടുത്തതായി ഇദ്ദേഹം നടത്തുന്ന യുദ്ധവും യുദ്ധമുന്നേറ്റങ്ങളുമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠനവിധേയമാക്കാം.